ലോറി കുഴിയിൽ നിന്ന് കയറ്റിയ ശേഷം നേരെ പോയി പായിട്ടു നമ്മൾ നേരെ പുറത്തോട്ട് പോകാൻ റെഡിയായി. ലോറി തള്ളിക്കയറ്റിയപ്പോൾ പിറകിരുന്ന ബെമ്പറും കൂടെ പൊളിഞ്ഞ് വീണായിരുന്നു. അതും എടുത്ത് ക്യാബിനകത്ത് സീറ്റിൽ വെച്ചിട്ടാണ് നമ്മളെ യാത്ര വീണ്ടും തുടങ്ങിയത്. ശരിക്കും നല്ല തളർച്ചയുണ്ട് എനിക്ക്. ഇപ്പോൾ ശരിക്കും വിശപ്പൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാലും നല്ല തളർച്ചയും ക്ഷീണവുമുണ്ട്. ദേഹം മൊത്തം പൊടിയും കരിയുമായിട്ട് നിൽക്കുകയാണ്. നേരെ പോയി വേബ്രിഡ്ജ് കയറി തൂക്കം എടുത്തു. 27 ടണ്ണിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ബില്ലും കിട്ടി. പുറത്തേക്ക് പോകാനുള്ള സന്തോഷം എന്റെ മുഖത്ത് കാണാനുമുണ്ട്. പോകുന്ന വഴി എക്സിറ്റ് എന്ന ബോർഡ് കണ്ടപ്പോൾ മനസ്സിലൊരു കുളിരാണ് വന്നത്. പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പുതിയൊരു യാത്രാനുഭവം തന്ന ചന്ദ്രണ്ണന് ഒരുപാട് നന്ദി പറഞ്ഞ് യാത്ര അയച്ചു. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8:57 ആകുന്നു. ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ലോറി കയറിയിട്ട് പോർട്ടിനകത്തോട്ട് പോയിട്ട്. സാധാരണ ഏകദേശം 4-5 മണിക്കൂറിനകത്ത് തിരിച്ചിറങ്ങേണ്ടതാണ്. പക്ഷെ നമ്മളെ അവസ്ഥ കണ്ടല്ലോ, പലയിടത്തും പെട്ടുപോയി. കുഴിയിൽ താന്നു, ചെളിയിൽ താന്നു, മണ്ണിൽ താന്നു. പിന്നെ ലോഡ് ചെയ്യുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, വണ്ടി ലോഡർ, അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിയത്തില്ല. ബക്കറ്റ് വെച്ച് അതിൻ്റെ ലോഡ് ചെയ്യുന്ന സാധനം, അത് വരാനായിട്ട് ഒരുപാട് സമയം എടുത്തായിരുന്നു. വേറെ സ്ഥലത്ത് പണി നടക്കുകയെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വലുകളായിരുന്നു. എന്തായാലും ഒരു ദിവസം ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ. അവിടെ പിന്നെ നല്ല പൊടിക്കാറ്റൊക്കെ ആയതുകൊണ്ട് കരിക്കാറ്റായിരുന്നു. മുഖമൊക്കെ നല്ല രീതിക്ക് കരി പിടിച്ചിരിപ്പുണ്ട്. കൈയും കാലും പുറമൊക്കെ ഒരുപാട് നാശമായി. ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ദിവസം കഴിയുന്നു. ഫുഡ് കഴിച്ചെന്ന് വെച്ചാൽ നല്ലൊരു ഫുഡ്. നമ്മളിപ്പോൾ അകത്ത് കയറുമ്പോൾ പാസിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് തരും. അപ്പോൾ അതിനകത്ത് കുറച്ച് കേക്ക്, ലഡു, അങ്ങനെ പുരി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു നേരം കഴിച്ചത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്കാണ് കഴിച്ചത്. നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു ദിവസമാവുന്നു. പുതിയൊരു അനുഭവമായിരുന്നു. ഇങ്ങനൊരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല എനിക്കും സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാഴ്ചകൾ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. പുതിയ പുതിയ അനുഭവങ്ങളല്ലേ എല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനൊക്കെയുള്ള വീഡിയോകൾ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും കാണുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയ ലോഡുമായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ ലോങ് ജാർഖണ്ഡ്, നേരെ അങ്ങോട്ടാണ് പോണത്. കാണാം.